ഹലോ എവ്രി വൺ. സോ ഇന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഒരു 300+ പോയിൻറ്റ്സ് നെഗറ്റീവായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിലും നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്, സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ ഗ്രീൻ ലൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സപ്പോർട്ടാണ്. നമുക്കത് കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ പ്രൊവൈഡ് ചെയ്യാം. ആ പോയിന്റിൽ തന്നെയാണ് നിഫ്റ്റി സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. 24,300 ലെവൽസിനെ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴേക്ക് വരികയാണെങ്കിൽ ഫർദർ ഒരു ഡൗൺഫോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ആ ഒരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് ഫർദർ ഫോള് നമ്മൾ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് വരുന്ന നല്ലൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,900 റേഞ്ച് ആയിരിക്കും. ആൻഡ് അതാണ് നിഫ്റ്റിയെ പറ്റിയുള്ള ഇന്നത്തെ എൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 24,750 എബോവ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചില്ല. അതിനുശേഷം ഇന്നലെയും ഇന്നും ഒരു ബെയറിഷ് മൂവാണ് നിഫ്റ്റി പ്രൊവൈഡ് ചെയ്തത്. RSI അറൗണ്ട് 48 ആണ്. ഇനി നമുക്ക് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഹൺഡ്രഡ് മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ട് 150 മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ടിലും കൂടെ ആണ് നിഫ്റ്റി. ഏകദേശം അതിനെ ബ്രേക്ക് ചെയ്തു. ഈവൻ ദോ ആ ഒരു ഏരിയയിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 200 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് വരുന്നത് ഡേ ക്യാൻഡലിൽ 23,679 അപ്പോഴത്തേക്കും ഫർദർ ഫോൾ ഇനി നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്താൽ ഫർദർ ഫോൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ആസ് ഓഫ് നൗ നിഫ്റ്റി സപ്പോർട്ടിലാണ്. ഇവിടെ നിന്നൊരു റിവേഴ്സൽ എടുക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നിപ്പം ഇൻസൈറ്റ്സ് പറയാനായിട്ട് ചമ്പൽ ഫെർട്ടിലൈസർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് ഒരു 546.50 ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഫോള് വരികയായിരുന്നു. IRCTC അതുപോലെ ഒരു റിക്കവറിക്ക് ശ്രമിച്ചു എങ്കിലും 842 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 827 827 ലോയും ക്രിയേറ്റ് ചെയ്തു. വൈഭവ് ഗ്ലോബൽ സെയിം. വൈഭവ് ഗ്ലോബൽ 338.55 ഹൈ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ 324.10 ലോ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ബൈ എൻഡ് ഓഫ് ദി ഡേ എങ്ങനെ ഇത് ബിഹേവ് ചെയ്യും എന്നുള്ളത് നോക്കാം. സുസ്ലോൺ മാത്രം ഇന്ന് അപ്പർ സർക്യൂട്ടാണ്. 4.99%. സുസ്ലോൺ അപ്പർ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡേ ക്യാൻഡിലിൽ സുസ്ലോണിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ സുസ്ലോൺ ഒരു എൻട്രി എടുക്കാവുന്ന ഒരു പിക്കായിട്ട് പറയേണ്ടി വരും. $69.67 ഒരു 71 എബോവ് സുസ്ലോൺ 70ക്ക് എബോവ് ഒരു ക്ലോസിങ് സുസ്ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രഷ് എൻട്രി എടുക്കാവുന്നതാണ്. ഫോർ എ ഷോർട്ട് ടൈം ഒരു മിഡ് ടേം സ്വിംഗ് പൊസിഷന് വേണ്ടിയിട്ട് സുസ്ലോൺ കൺസിഡർ ചെയ്യാം എന്നെനിക്ക് തോന്നുന്നു. ദിസ് ഇസ് നോട്ട് എ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് ഐ എം നോട്ട് അറ്റ് ഓൾ സെബി രജിസ്റ്റേർഡ്. ഇതൊരു റെക്കമെൻഡേഷനായി കണ്ട് ഈ സ്റ്റോക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ ആരോടും അഡ്വൈസ് ചെയ്യുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് ഫോർ സ്റ്റഡി പർപ്പസ്. ഓക്കെ. ദെൻ RCF ആണ് അടുത്തൊരു സ്റ്റോക്ക്. RCF ഇന്നൊരു ഓൾമോസ്റ്റ് 5% മൂവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. 188.98 ഓൾമോസ്റ്റ് 189 ഹൈ അത് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 184 ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോ 178.59 ആണ്. ദെൻ റിലയൻസ് പവർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റിലയൻസ് പവർ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 48.7 ഹൈ അത് ക്രിയേറ്റ് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാനാവാതെ വീണ്ടും ഒരു ഫോൾ ഇൻഡിക്കേറ്റ് ചെയ്തു. ഈ ഒരു ഏരിയ അതിന് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 48 എബോവ് ആയിട്ടൊരു ക്ലോസിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ അപ്പ് മൂവ്മെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്.
ഈ പറയുന്ന സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഈ ആഴ്ച വാച്ച് ലിസ്റ്റിൽ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഇതിൽ ബിഹേവിയർ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഒരു പോസിറ്റീവ് ബയസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിരിക്കാം. താല്പര്യമുള്ള ആളുകൾ ആ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള റെക്കമെൻഡേഷൻസ് അല്ല, എൻ്റെ സ്റ്റഡീസ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും അതിലൊരു പാർട്ടായിട്ട് നമുക്കതൊരു ഓപ്പൺ ഡിസ്കഷൻ പോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എനിവേ ഞാൻ ആ ലിങ്ക് പിൻ ചെയ്തിരിക്കാം. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ക്യാൻ ജോയിൻ വിത്ത് ദ ലിങ്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.